நீங்கள் தான் ஹவுஸ் ஓனரா? அதே சார். ஓ, மலையாளமோ? ஆமாம் சார். இங்கே வாயா. ஆமாம், லேடிஸுக்கு மட்டும்தான் பிஜி விடுவீங்களோ? അവർ വല്ലാണ്ട് തൊന്തരവ് பண்ணார்ல சார், அதான் அவர் கொடுக்குறேன். இப்போ என்னாச்சு? இப்போ கொஞ்சம் பணிபாடு இருக்குது சார். வயசு என்ன? എനിക്ക് 53. அது யாரு? அது என் பொண்டாட்டி சார், அவர் தமிழ். இவரை பற்றி அந்த பொண்ணுங்க இதுக்கு முன்னாடி ஏதாச்சும் உங்ககிட்ட சொல்லியிருக்காங்களா? இல்லை சார், ஒரு பிரச்சனையும் இல்லை. உன்னை கேட்டானா? இல்லை சார், இது வரைக்கும் யாரும் எதுவும் சொன்னதில்லை. ஆ ஆ. அந்த பொண்ணை உங்களுக்கு எத்தனை நாளாக தெரியும்? 1 இயருக்கு மேலே தெரியும் சார். ஆனால் அவங்களால எந்த பிரச்சனையும் இல்லை. ആ പിന്നെ ഇന്ന് ന്യൂ ഇയറില്ല സാർ, அவங்க കുറച്ച് പേരടിയിലായിരുന്നു, അതിനിടയില്ല സാർ. முதல்ல அந்த பாடி யார் பார்த்தது? അതെ സാർ, ഞാൻ ആദ്യം കണ്ടത്. உங்களுக்குள்ள ஏதாச்சும் பிரச்சனை இருந்துச்சா? അവര് തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. அப்படின்னா? എന്ന് വെച്ചാ പക്ഷെ ഇന്ന് കൈ ഒന്ന് അനക്കാതെ പിടിക്കണേ. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ, ആടെ പറ. എടി, നീ ഡ്യൂട്ടിയിലാണോ? ആടി, ചെറിയൊരു തിരക്കില. എന്താടി കാര്യം? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ ക്യാമ്പിങ്ങിന്റെ പേജിലെ ഗീവ് അവേയിൽ നിന്നെ മെൻഷൻ ചെയ്ത് ഓർമ്മയില്ലേ? അതിപ്പോ നിന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്നിട്ട് ആ ഗീവ് അവേയിൽ നമ്മൾ വിന്നർ ആയിട്ടുണ്ട്. ന്യൂ ഇയറിന് നടക്കുന്ന ഒരു അട്ടപ്പാടി ട്രിപ്പില് നമുക്ക് ഫ്രീ എൻട്രി. അപ്പൊ എങ്ങനെ സെറ്റ് ആക്കല്ലേ? എടാ, എനിക്ക് ലീവ് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും നിന്നെ ഫ്രീ ആയിട്ട് വിളിക്കാം. ഓക്കെ? ഒന്നും പറയണ്ട, നമ്മൾ പോകുന്നു. ഇതൊന്ന് കുത്തി തരുമോ? ഓക്കെ, ബാ. നമ്മുടെ ന്യൂ ഇയർ ക്യാമ്പിന്റെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. 1000കണക്കിന് കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആ ഭാഗ്യശാലികൾ ഇവരാണ്: ലൈല, ബീഗം ആൻഡ് നിമിഷ നിമ്മി. അപ്പോ മറക്കണ്ട, ഡിസംബർ 31 അട്ടപ്പാടിയിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. അതിൽ ഇനിയും കുറച്ച് സ്ലോട്ടുകൾ ബാക്കിയുണ്ട്. താല്പര്യമുള്ള അപ്പൊ ഗൈസ്, ഞാനിപ്പോൾ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇവിടെ ഞങ്ങൾ അട്ടപ്പാടിയിൽ നടക്കുന്ന ഒരു ക്യാമ്പിന്റെ ഭാഗമായി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള KSRTC ബസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു KSRTC ബസ് യാത്ര ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ വൈബിലാണ് ഞാനിപ്പോ. അപ്പൊ നമ്മുടെ ക്യാമ്പ് മെമ്പേഴ്സ് ഓരോരുത്തരായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ KSRTC ബസ് പുറപ്പെടുന്നതാണ്. ചേട്ടാ, ജീപ്പ് ചെയ്തിട്ടല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാവുന്നതാണ്. ഇത് മേഘ. ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടൊരു മെമ്പറാണ്. മേഘ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, ഞങ്ങളിപ്പോ പുറപ്പെടും.
ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതി. ഹായ് ഡിയർ മെമ്പേഴ്സ്, ഞാനാണ് ഈ ക്യാമ്പിന്റെ ഓൾ ഇൻ ഓൾ. ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പരിചയപ്പെടാം. അപ്പോ ഇപ്പൊ എല്ലാവരും ബസ് കയറിക്കോ. ഓക്കെ. അല്ല ബ്രോ, ഇനി ആൾക്കാർ വരാല്ലേ? അവര് ക്യാമ്പിൽ എത്തിക്കോളൂ. ഇപ്പൊ എല്ലാരും നോക്കിക്കാതെ ബസ് കയറി. ബസ് കയറി കേറാം. കേറടാ. കയറി 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 കയറി. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? അപ്പൊ ഗൈസ് ബസ് പുറപ്പെടാറായി. ബാക്കിയുള്ള വിവരം ഞാൻ ഓൺ ദ വേ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കേ, കാണാം. ബൈ. ചേട്ടാ ഒന്ന് പിടിക്കോ? ഓക്കെ ഓക്കെ. ഞാൻ ആണിക്കട്ടെ. താങ്ക്സ്. വ്ളോഗറാണല്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. ആണോ? എന്താ പേര്? ഐ എം കണ്ണൻ. എന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണിച്ചു തരാം. ഒരു സെക്കൻഡേ. വേണ്ടേ, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ. റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടേ. കണ്ണാപ്പിയില്ലേ? ഫോളോ ചെയ്തോളാം. കണ്ണാപ്പി അല്ല, കണ്ണൻ പി. ഇവള് ശരിയാവില്ല, തള്ളവൈവ. അപ്പൊ എങ്ങനെയാ മോഹനേട്ടാ, പറപ്പിക്കല്ലേ? എന്നാ ചവിട്ടി വിട്ടോ. പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു സ്ഥലത്ത്. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ. ഗാനമേളക്കാരാണല്ലേ? ഉത്സവത്തിനാവൂലേ? നടമ്പാട്ടാ. അത് നന്നായി. ഞാൻ സുമേഷ്, ഇവരുടെയൊക്കെ ഗ്രൂപ്പിന്റെ ലീഡറാ. നമുക്കേ മൊത്തത്തിൽ ഈ മൂടൊന്ന് മാറ്റണം. ഒരു പാട്ട് പിടിച്ചാലോ? അതെന്താ നോക്കാം. KSRTC ബസ് അട്ടപ്പാടി ചുരം, നാടൻ പാട്ട്, പൊളി വൈബായിരിക്കും അല്ലേ? വാ. യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? നമുക്കേ കുറച്ച് ഓഫ് റോഡ് യാത്രയും കൂടി ഉണ്ട് ക്യാമ്പിലെത്താൻ. റെഡിയല്ലേ? ഭയങ്കര. അതെ, എല്ലാരും വന്ന് ജീപ്പ് കയറി കേട്ടോ. സെറ്റല്ലേ? എല്ലാം സെറ്റാണ് ആശാനെ, പറപ്പിച്ചോ? അടിപൊളി. അപ്പൊ പോവാം. ഒരു വണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ പോണേ. അതെ, അപ്പൊ ഇനി ഇത്തിരി നേരം നടക്കാം. റെഡിയല്ലേ എല്ലാരും? ഇനി നടക്കാനും ഉണ്ടോ? വന്ന് ഞാനെങ്ങനെ ക്യാമ്പൊക്കെ കൊണ്ടുകൊടുത്തത്? അതിനാണ് കോൺഫിഡൻസ്, ക്രേസ്, പാഷൻ എന്നൊക്കെ പറയുന്നത്. ഒന്ന് മിണ്ടാ നടക്കും ബ്രോ. മുതലായില്ലേ? വെൽക്കം ടു മൈ പാരഡൈസ്. എന്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. സന്തോഷം പടരട്ടെ. നിനക്ക് ആ ഒരു ചിന്ത തന്നെ ഉള്ളൂ അല്ലേ?
ഗൈസ്, യാത്രയുടെ അവസാനം നമ്മളിവിടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഷീ വ്ലോഗ്സിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ക്യാമ്പിന്റെ മറ്റു വിശേഷങ്ങളാണ്. ഇവിടെ നല്ലൊരു കൂൾ വൈബാണ് ഇപ്പോൾ ഉള്ളത്. അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരു ദിവസത്തെ ഒരു ക്യാമ്പിംഗ്, അതും ഇന്നത്തെ ഈ ന്യൂ ഇയർ രാത്രി. ഇവിടെ വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. അപ്പൊ ഗൈസ്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് ക്യാമ്പിന്റെ മറ്റൊരു കോർഡിനേറ്റർ. ചേട്ടൊന്ന് പരിചയപ്പെടുത്തും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രമോഹൻ. ഇവിടെ എല്ലാവരും സ്നേഹത്തോടെ CM എന്ന് വിളിക്കും. ഞാൻ ഈ ക്യാമ്പിൻ്റെ എല്ലാമാണ്. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. ഓക്കെ. ബ്രോയുടെ പവർ ഒക്കെ ഇല്ലേ? ഫോണൊന്ന് ചാർജിലിടാനായിരുന്നു. പവറൊക്കെ തരാം, റേഞ്ച് മാത്രം ചോദിക്കരുത്. ഓ ഡാർക്ക്. അപ്പൊ ഞാൻ അപ്ലോഡിങ്ങിന് വീട്ടിലെത്തണം. അതല്ലേ സിക നമ്മുടെ ഈ കൂടലിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നിമിഷത്തിലെങ്കിലും നമുക്ക് നമ്മളായിട്ട് ജീവിച്ചൂടെ? അല്ലേ? എന്ത് രസല്ലേ. എന്നാലും നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. താങ്ക്സ്. ഇരിക്കി. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അതനുഭവിച്ചറിയാനുള്ളത്. ആനമൂളി തുടങ്ങി ആനക്കെട്ടി വരെ നീളുന്ന ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട്. ഇവിടെ ഒരിടത്ത് മഞ്ഞ് പെയ്യുമ്പോൾ മറ്റൊരിടത്ത് വെയിൽ വെട്ടം പരത്തും. തൊട്ടടുത്ത് തകർത്ത് പെയ്യുന്ന മഴയായിരിക്കും. പൊളി വൈബാണല്ലേ. ഞാൻ ഷഹബാസ്, മലപ്പുറത്താ വീട്. ചേച്ചിയോ? അല്ല, പരിചയപ്പെട്ടില്ല. പേര്? വിദ്യ. തൃശ്ശൂർ ചാവക്കാടാണ് വീട്. അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇനി എന്തേലും? ഓ, അതാ ഇത്ര ചൂട്. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ ശരി, പിന്നെ കാണാം. ഒത്തില്ല. മരം. தமிழ் ப்ரோ, நான் நினச்ச மாதிரி இங்கே വലിയ സംഭവമൊന്നും ഇല്ലേ. ഇത് வந்து ஒரு மாதிரி லோக்கல் செட்டப்பு தான் எனக்கு தோணுதுங்க. ப்ரோக்கு என்ன தோணுதுங்க? மலையாளத்திலே பேசுங்க ப்ரோ, எனக்கு மலையாளம் நல்லா புரியும். ஆமாம் ப்ரோ, என் பெஸ்ட் ஃப்ரெண்டு மலையாளி தான். அப்புறம் இந்த கேம்பு சூப்பராக தான் ஃபீல் பண்ணுறோம். இந்த மாதிரி ஒரு இடம் தான் நான் தேடிட்டு இருந்தேன் ப்ரோ. ஹாய். I'm Adarsh from UK. சிவா from Trichy. Oh, தமிழா? പേടിക്കണ്ട, പുള്ളിക്ക് മലയാളം അറിയാം. உங்கள் மனசில் காதலாக ஏற்பட்ட பெரிய காயம் இருக்கு. அந்த வலி இங்கே தெரியுது. എന്ത് വലി ബ്രോ? எப்படி ப்ரோ? எல்லாம் சரியாயிடும். அப்போ பை. நான் കാണാം ബ്രോ.